ആദ്യ കുറിച്ച് വിതരണം ചെയ്ത 50 കോടിയുടെ നഷ്ടം മറികടക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ പ്രഭാസിനെ വെച്ച് തന്നെ ചെയ്ത് 150 കോടിയുടെ നഷ്ടം വന്നിട്ടുള്ള സിനിമ. പടമിറങ്ങിയ ശേഷം 100 കണക്കിന് ഫുഡ് ഡെലിവറി ഓർഡറുകൾ സംവിധായകന്റെ വീട്ടിലേക്ക് പ്രഭാസിന്റെ ഫാൻസ് അയച്ച സിനിമ, അതും ക്യാഷ് ഓൺ ഡെലിവറി. ആൻഡ് അവസാനമായി നായകനേക്കാളും ഒക്കെ ഡ്യൂപ്പ് അഭിനയിച്ച സിനിമ, ചില സീൻസ് ഒഴിച്ച്. വെൽക്കം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ലെറ്റ്സ് വാച്ച് രാജാ സാബ്. അങ്ങനെ ഫസ്റ്റ് തന്നെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതിലുള്ള നായകനാരാ നിങ്ങൾക്ക് അറിയാലോ. അതെ, പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹം പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് തന്നെ ഈ പടത്തിലെ പരിപാടികളൊക്കെ ഭയങ്കര ഗ്രാൻഡാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയ നാട്ടിൻപുറത്തെ ഫൈറ്റാണ് ഇത്. പിന്നെ ഈ നാട്ടിൻപുറത്തെ സാധാരണക്കാരായ ഗുണ്ടകൾ പ്രഭാസിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് ഇത്. ഹൈ സൂപ്പർമാൻ. പിന്നെ അടുത്തായിട്ട് ഇതൊരു പാൻ ഇന്ത്യൻ പടമാണല്ലോ, അതുകൊണ്ട് തന്നെ പാൻ ഇന്ത്യൻ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രഭാസ് ഭായി കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വിജയ് അണ്ണന്റെ ഷൂയിങ് കയർ അല്ല, എന്നാ പിന്നെ ഐ ആം വെയിറ്റിംഗ് അതുമല്ല, എന്നാ പിന്നെ ഷർട്ടിനുള്ള ഒരു ഷർട്ടൊക്കെ ഇട്ട്. ഓ ഇത് കുറേ ഉണ്ടല്ലോ, ഞാൻ തന്നെ പറയാം. വിജയ് അണ്ണന്റെ ദ മോസ്റ്റ് ഐക്കോണിക് കുരുവി ജമ്പ്. പിന്നെ അഫ്കോഴ്സ് ഇതൊരു തെലുങ്ക് പടമാണല്ലോ, അതുകൊണ്ട് തന്നെ തെലുങ്ക് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി 1-2 ഐറ്റംസ് അങ്ങ് കാച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ അണ്ണൻ്റെ ലുങ്കി വെച്ചൊരു പരിപാടിയാണ്. അതായത് റൊമാൻറ്റിക് സീൻസ് ഒക്കെ വരുമ്പോൾ അണ്ണൻ ലുങ്കി അങ്ങ് പൊക്കും. അല്ല, നിങ്ങൾ തന്നെ കണ്ടോ. പിന്നെ ഈ അടുത്തൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് കണ്ടുവരുന്ന ഒരു ഐക്കോണിക് ഷോട്ട് ഉണ്ട്. വില്ലൻ ഗുണ്ടകളുടെ കാലിൻ്റെ ഇടയിൽ കൂടെ നായകന്റെ തല കാണിക്കുന്നത്. അത് അവരുടെ ഒരു ഐക്കോണിക് ഷോട്ടാന്ന് തോന്നുന്നു. അത് ഈ സിനിമയിലും ഉണ്ട്. കാര്യം ഇനി വേറെന്തെങ്കിലും ഉണ്ടോ പാൻ ഇന്ത്യൻ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ആയിട്ട്? ഒരു ഓട്ടോ ഡ്രിഫ്റ്റ്. വേണ്ട, അത് അവിടെ തന്നെ വെച്ചേക്ക്. പ്രജകള്, പരിവാരങ്ങള്, കൊട്ടാരം, സമ്പത്ത്. കാര്യം അത് ഇതല്ല, സെറ്റ് മാറി. എനിവേ ഇത്രയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ഹൊറർ കോമഡി പടമല്ലേ, ഇതിലെ ഹൊററും കോമഡിയൊക്കെ എവിടെയെന്ന്. അപ്പോൾ ഹൊററിന് വേണ്ടിയിട്ട് ഇതിൽ കുറേ പ്രേതങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കോമഡിക്ക് വേണ്ടിയിട്ട് ഇതിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്വന്തം പ്രഭാസ്കാർ. കോമാളിയാക്കി കളഞ്ഞു. അതായത് ഇങ്ങേര് ഇതിൽ ചില്ലർ കോമഡി ഒന്നുമല്ല. ഫോർ എക്സാമ്പിൾ, ഒരു സീനിൽ പ്രഭാസിന്റെ മുത്തശ്ശി കുഴഞ്ഞു വീണ് ബോധം കെട്ട് കിടക്കുമ്പോൾ ഇങ്ങേരങ്ങ് പറയും, അർജുൻ്റെ 1/2 കിലോ മല്ലിപ്പൊടി, 1/4 കിലോ കോഫി പൗഡർ, 1/2 പാക്കറ്റ് സിഗരറ്റ്, 2 പാരൻ ചപ്പൽ നീ വാങ്ങിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ കൊച്ചു ഡാർക്ക് കോമഡികളൊക്കെ ഉണ്ടെങ്കിൽ പോലും സീരിയസ് ആണ്ട സിറ്റുവേഷൻസിൽ പുള്ളി അത്യാവശ്യം സീരിയസ് തന്നെയാണ്. അതായത് മുത്തശ്ശിയെ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിച്ച ശേഷം പുള്ളി അത്യാവശ്യം സീരിയസ് തന്നെയായിരുന്നു. മുത്തശ്ശി, എനിക്ക് വിശക്കുന്നുണ്ട് മുത്തശ്ശി. വല്ല ഹോട്ടലും പോയി പറടാ പട്ടി, ആ കൈ കൊണ്ടൊന്ന് വാരിത്ത. ഇപ്പൊ പേസ് മേക്കറും വെച്ചോണ്ടിരിക്കുന്ന ആളെ നിങ്ങൾക്ക് വാരിക്കൂടെ തരാം, ഒന്ന് പോടെ. ദേവനഗര സാമ്രാജ്യത്തിന്റെ മഹാറാണി ഗംഗാദേവി. ഗാരു പിന്നെ യൂണിവേഴ്സ് മാറി ഇയാളിത്. അപ്പൊ അതൊക്കെ വിട്ട് ഇനി പ്രഭാസ് ഗാരുവിന്റെ കോമഡികളല്ലാതെ ഈ പടത്തിൽ വേറെ എന്തുണ്ടെന്ന് ചോദിച്ചാൽ, അതെ, നമ്മളെല്ലാരും കാത്തിരുന്ന ഹൊറർ. അപ്പൊ ലോകത്തിലുള്ള 99% ഹൊറർ സിനിമകളും പോലെ ഈ സിനിമയിൽ ഹൊറർ ഉള്ളത് അതെ കാട്ടിലൊക്കെ ഉള്ള ഏതൊരു ബംഗ്ലാവിന്റെ ഉള്ളിൽ തന്നെയാണ്. അങ്ങനെ ആ ബംഗ്ലാവിൽ രാത്രിയാകുകയാണ്. ആൻഡ് ഇനി ഈ വീഡിയോ പേടിയുള്ള ആൾക്കാരൊന്നും കാണാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പ്രഭാസ് ഗാരു എന്താ ഇത്? എന്റെ സൂപ്പർ നാച്ചുറൽ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് റൊമാൻറ്റിക് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ആക്കോടെ. അല്ലെങ്കിൽ അത് വിട്, ഇത് ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഐ മീൻ ഈ പ്രേത ബംഗ്ലാവിലെ ഫസ്റ്റ് നൈറ്റ്. പ്രേത ബംഗ്ലാവിൽ നായികമാരെ മൊത്തം കയറ്റിയിട്ട് പാട്ട് പാടി കളിക്കുന്നതാണോടാ ഇയാളുടെ ഹൊറർ പടം. അങ്ങനെ പ്രേത ബംഗ്ലാവിലെ 3ാമത്തെ രാത്രി വന്നു. 4ാമത്തെ രാത്രി വന്നു. എനിക്കിപ്പോ നിന്നോട് 5ാമത്തെ ദിവസം വന്നു. ആൻഡ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു പ്രേതപ്പടമല്ല, പ്രേത സെറ്റപ്പിലുള്ള കാമപ്പടമാണെന്ന്. പ്രേതത്തിന് തന്നെ റൊമാൻറ്റിക് ലുക്സ് കൊടുക്കുന്നു ഗാരു. എന്തായാലും ഇവന്മാരുടെ ഒക്കെ ഈ സ്വഭാവം കണ്ട് പേടിപ്പിക്കാൻ വന്ന പ്രേതം വരെ പേടിക്കും. അങ്ങനെ മൊത്തത്തിൽ പ്രഭാസ് ഗാരു സുഖജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 3 നായികമാര്, ഒരു ബംഗ്ലാവ്, പിന്നെ ഒരു പ്രേതം, അങ്ങനെ മൊത്തത്തിൽ എല്ലാം. പക്ഷെ ഇതൊന്നും കണ്ട് ഒരാളത്ര ഹാപ്പി അല്ലായിരുന്നു. മീറ്റ് മിസ്റ്റർ മെയിൻ വില്ലൻ സഞ്ജയ് ദത്ത്. ആൻഡ് ഈ മെയിൻ വില്ലനെ നമ്മുടെ ഗാരുവിനെ തോൽപ്പിക്കണമെങ്കിൽ നിന്റെ ചിന്തകൾ എന്റെ ചിന്തകൾക്ക് അതീതമായിരിക്കണം.
അതൊരിക്കലും നടക്കില്ല. അതെ, അതൊരിക്കലും നടക്കില്ല. കാരണം ആ ബംഗ്ലാവിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ്. കള്ള കാര്യു കണ്ട ഫൈറ്റ് സീനിൽ മൊത്തം ഡ്യൂപ്പ് ഇടുന്ന ആളാ, ഇവിടെ മാത്രം ഡ്യൂപ്പ് വെച്ചില്ലല്ലേ. അങ്ങനെ നമ്മുടെ മെയിൻ പ്രേതം സഞ്ജയ് ദത്തിന്റെ പ്രേത ബംഗ്ലാവ് ഗാരു കാമ ബംഗ്ലാവ് ആക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ നമ്മുടെ സഞ്ജയ് ദത്ത് നേരെ ക്ലൈമാക്സ് ഫൈറ്റിന് അങ്ങ് ഇറങ്ങും. എന്നിട്ട് ഫൈറ്റിൽ ഗാരുവിനെ കൊല്ലാനായിട്ട് സഞ്ജയ് ദത്ത് നേരെ ഒരു മുതലേനെ അങ്ങ് ഇറക്കി വിടും. പക്ഷെ പ്രഭാസിന് എന്ത് മുതല? ബിക്കോസ് അങ്ങനെ മുതലേ പ്രഭാസ് കൊന്നത് കണ്ട സഞ്ജയ് ദത്ത് ഒരു മരുഭൂമി തന്നെ പ്രഭാസിന്റെ തലയിലേക്ക് അങ്ങിടും. പക്ഷേ ഗാരുവിന് എന്ത് മരുഭൂമി? ബിക്കോസ് അങ്ങനെ ആടുജീവിതം 144p ഒക്കെ കണ്ടോണ്ട് നിന്ന സഞ്ജയ് ദത്ത് പുള്ളിയുടെ ഫൈനൽ രൂപത്തിൽ അങ്ങ് വരും. പക്ഷെ പ്രഭാസിന് എന്ത് ഫൈനൽ ഫോം? ബിക്കോസ് അല്ല, ബൈ ദ വേ, ഇത് പാൻ ഇന്ത്യൻ സ്റ്റാർഡം വെച്ച് തോപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടാ. ഇങ്ങനെ നായകന്മാർക്ക് വില്ലന്മാരെ തൊടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മുടെ തെലുങ്കന്മാരെ എടുക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. അതെ, ദൈവത്തിന് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ പ്രഭാസും പുള്ളിയുടെ ഫൈനൽ ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. വില്ലനും പുള്ളിയുടെ ഫൈനൽ ഫോം, പ്രഭാസും പുള്ളിയുടെ ഫൈനൽ ഫോം. അപ്പോൾ ഇനി ഇവിടെ ഒരു എപ്പിക് ഫൈറ്റ് ആയിരിക്കും. ഇതെന്ത് കഴിഞ്ഞ ആടെ ഇത്? ഈ ഒരു ഒറ്റ അടി കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഇയാൾ 3 മണിക്കൂറിന്റെ പടം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതായത് ഇതിനുശേഷം പ്രഭാസ് നായികനെ സെലക്ട് ചെയ്യുന്ന സീന് ഈ ഫൈറ്റിനേക്കാളും കുറച്ചുകൂടെ നേരം ഉണ്ടായിരുന്നു. പക്ഷേ ആ മഹത്തായ നായിക സെലക്ഷൻ കഴിഞ്ഞില്ല. കാരണം ആ മഹാസംഭവം പാർട്ട് 2-ലാണ് അത്ര നടക്കാൻ വേണ്ടി പോകുന്നത്. അതെ, ഈ പടത്തിന് ഇവർക്കൊരു പാർട്ട് 2 കൂടി എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു അങ്ങനെ ആ വലിയ പ്ലാൻ ഉപേക്ഷിക്കുകയായിരുന്നു.